ഒരിക്കലും 90-ന് വേണ്ടി പഠിക്കരുത്. നിങ്ങൾ തൊട്ടടുത്തെത്തി ചിലപ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ 100 മാർക്ക് നേടാൻ പാകത്തിന് എല്ലാ ടോപ്പിക്കുകളെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈക്വലായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. നമസ്കാരം. സ്പെഷ്യൽ കേറ്ററ്റ് ഇൻ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും അതുപോലെ എക്സാം എഴുതുമ്പോഴും കോമൺ ആയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം എഴുതുന്ന അധ്യാപകരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ചില സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളുണ്ട്. അതേക്കുറിച്ച് ജനറലായിട്ടൊന്ന് പറയുന്നതിനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് പൊതുവിലുള്ള സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതേക്കുറിച്ച് വീണ്ടും നമുക്ക് വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ സ്പെഷ്യൽ കേറ്ററ്റ് അധ്യാപകർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം LPSAയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കേറ്ററ്റ് കാറ്റഗറി 1 ആണ് നിർബന്ധമായിട്ട് വന്നിരിക്കുന്നത്. UPSAക്ക് കേറ്ററ്റ് കാറ്റഗറി 2ഉം ദെൻ HSAക്ക് കേറ്ററ്റ് കാറ്റഗറി 3 എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പറയാം. ഇതിൽ 3 ഉണ്ടെങ്കിൽ 2 വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഈ ഇടയ്ക്കും വേറൊരു വീണ്ടും എന്താ പറയുക പുതുക്കിയ ഒരു ഓർഡറൊക്കെ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും മാറുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അതുകൊണ്ട് എപ്പോഴും 3 എഴുതാവുന്നവർ 3 എഴുതുക, 2 എഴുതാവുന്നവർ 2 എഴുതുക, 2ഉം 3ഉം എഴുതാൻ പറ്റുന്നവർ 2 എഴുതുക, 1ഉം 2 എഴുതാൻ പറ്റുന്നവർ 2 എഴുതുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാം എഴുതി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഞാൻ അതുകൊണ്ട് കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല. കേറ്ററ്റ് യൂസ് ചെയ്ത് എൻട്രിയിൽ വിജയിച്ച ആളുകളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ള കേറ്ററ്റിൻ്റെ വിജയം, അതുപോലെ 2026 ഇപ്പം നടന്നിട്ടുള്ള കേറ്ററ്റിൽ ഒരുപാട് വിജയം കരസ്ഥമാക്കുന്നതിനും 115 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യുന്നതിനും ഇന്ത്യയുടെ ഉദ്യോഗാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു പ്ലാനോട് കൂടി പോയതുകൊണ്ടാണ്. മാത്രമല്ല ഇൻ സർവീസുള്ള അധ്യാപകർ തന്നെ ജനറൽ കേറ്ററ്റ് എഴുതിയവർ ഒരുപാട് പേരുണ്ട്. അവർ വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് ഫീഡ്ബാക്സ് ഞങ്ങൾക്ക് വന്നു, ക്ലാസ്സുകളെ കുറിച്ചിട്ടൊക്കെയുള്ള ഫീഡ്ബാക്സ് വന്നു. അതും പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നാകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക പ്രചോദനമാണ്, എനർജി നൽകുന്ന കാര്യമാണ്. അപ്പോൾ അത് തുടർന്നും ഏറ്റവും മികച്ച രീതിയിൽ എൻട്രിയിലെ കോഴ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ 4 കാറ്റഗറികളിലായിട്ട് നടക്കുന്ന എക്സാമിൽ 1ഉം 2ഉം 3ഉം അതോടൊപ്പം 4 കാറ്റഗറി ഉണ്ട് അല്ലേ. ഭാഷാ അധ്യാപകർക്ക്, സ്പെഷ്യൽ അധ്യാപകർക്കൊക്കെ ഈ ഒരു എക്സാം 4ാമത്തെ കാറ്റഗറിയിലാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ 4 കാറ്റഗറികൾ. അതിൽ കാറ്റഗറി 1 ആണ് ലോവർ പ്രൈമറി, കാറ്റഗറി 2 ആണ് അപ്പർ പ്രൈമറി, കാറ്റഗറി 3 ആണ് ഹൈസ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ഇത് സാധാരണഗതിയിലുള്ള രജിസ്ട്രേഷൻ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമിൽ ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ അറിയാമായിരിക്കും. ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ കോമൺ ആയിട്ട് വരുന്ന ചില ഡൗട്ട്സ് എന്ന് പറയുന്നത് അടിസ്ഥാന യോഗ്യത സംബന്ധിച്ചല്ല, പകരം നമുക്ക് വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ യോഗ്യതയുമായിട്ട് സംബന്ധിച്ചുകൊണ്ടാണ്. യോഗ്യത നേടുമ്പോൾ 90 മാർക്കാണ്, 150-ൽ 90 മാർക്കാണ് ജനറൽ കട്ട് ഓഫ് ആയിട്ട് വരിക, 60% മാർക്ക്. SC ST OBC OEC വിഭാഗങ്ങൾക്ക് 82 മാർക്കും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ 75 മാർക്കുമാണ് ഉള്ളത്. കേറ്ററ്റ് പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. കേറ്ററ്റ് നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാം അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അറിയാം. ഒരു തവണ പാസ്സായാൽ മതി, ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള ഒരു എക്സാം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ്, ഏത് കാറ്റഗറിയിൽ എത്രയാണ് കട്ട് ഓഫ് നിങ്ങൾ വരുന്നത് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് എത്തുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയാസ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ OMR ഷീറ്റ് കൃത്യമായി കറുപ്പിക്കണം. OMR ഷീറ്റിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അത് ക്യാൻസലായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത്. ഞാനതിന് മുമ്പ് ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് എന്തൊക്കെയാണ് ഈ OMR ഷീറ്റ് കറുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ കേൾക്കണം, കേട്ടിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട് പോകാനായിട്ട്. അപ്പം ഞാനതിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പരീക്ഷയുടെ രീതി അറിയണം, സിലബസ് അറിയണം, അതുപോലെ ഓരോ വിഷയത്തിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് പരിശോധിച്ച് നോക്കണം. നിങ്ങൾക്ക് പഠനം പ്രയാസമായിട്ടുള്ള ഭാഗം ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ എൻട്രിയിൽ പ്രീ കോഴ്സ് ആക്ടിവിറ്റി എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാറുണ്ട്. അതായത് ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച പ്രീ കോഴ്സ് ആക്ടിവിറ്റി കൊടുക്കുക. അതിൽ പരീക്ഷയുടെ രീതിയും സിലബസും സബ്ജക്റ്റിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും പിന്നെ ഒരു മോഡൽ എക്സാം നടത്തും. നിങ്ങൾ വീക്കായിട്ടുള്ള ഭാഗം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു AI പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ വീക്കായിട്ടുള്ള ഏതാണെന്നുള്ള കണ്ടുപിടിച്ച് തരും. അപ്പോൾ നിങ്ങൾക്ക് പഠനം പ്രയാസമായിട്ടുള്ള ഭാഗം കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് അത് സഹായിക്കുന്നുള്ളതാണ്. ഓരോ കാറ്റഗറിയിലേക്കും ഒന്ന് ബ്രീഫായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. കാറ്റഗറി 1ലേക്ക് വരുമ്പോൾ ഇൻ സർവീസിലുള്ള അധ്യാപകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരാൻ സാധ്യതയുള്ള ഈ 30 മാർക്കാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി അല്ലെങ്കിൽ ശിശുവികാസവും ബോധനശാസ്ത്രവും എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 30 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതം 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ സൈക്കോളജിയുടെ 30 മാർക്കിൽ 25-ന് മുകളിൽ വരെ സ്കോർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ തവണത്തെ എക്സാമിൽ 28-ന് മുകളിൽ സ്കോർ ചെയ്യാൻ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 30-ൽ 25 സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മാത്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്സ് 30 മാർക്ക് ഉണ്ട്, എൻവയോൺമെന്റൽ സയൻസ് പരിസ്ഥിതി പഠനവും 30 മാർക്ക് ഉണ്ട്.
അത് നമ്മളുടെ LP സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് തൊട്ടിട്ട് ഹൈസ്കൂൾ ലെവൽ വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. അതിന് വേറെ നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ടോപ്പിക്ക് തന്നിരിക്കുന്ന സിലബസിലെ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മാത്സിന്റെ എൻവയോൺമെന്റ് സയൻസിന്റെ മാർക്ക് സ്കോർ ചെയ്യാം. മലയാളം ബോർഡിലുള്ളവർക്ക് തമിഴ് കന്നഡ എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ ഇംഗ്ലീഷ്, അപ്പോൾ ചുരുക്കി പറഞ്ഞ 30 മാർക്ക് മലയാളവും 30 മാർക്ക് ഇംഗ്ലീഷും. അങ്ങനെ 150 മാർക്കിന്റെ ആണ് കാറ്റഗറി 1 ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞില്ല 25-ലധികം സ്കോർ ചെയ്യാൻ പറ്റും സൈക്കോളജി എന്ന് പറഞ്ഞു. മിനിമം നിങ്ങൾ 20 സ്കോർ ചെയ്തിരിക്കണം. അതുപോലെ മാത്സിൽ നിന്ന് മിനിമം 20, എൻവയോൺമെന്റൽ സയൻസിൽ മിനിമം 20, അതേപോലെ മലയാളത്തിൽ നിന്ന് 20, ഇംഗ്ലീഷിൽ നിന്ന് 20 ലക്ഷ്യം വെക്കണം. ഞാൻ പറയും മിനിമം എന്ന് പറയുമ്പോൾ നിർബന്ധമായും നേടേണ്ട മാർക്ക് അല്ലത്, പക്ഷെ നിങ്ങൾ ആ ഒരു 20 മാർക്കെങ്കിലും കിട്ടാൻ പാകത്തിന് വേണം പഠിക്കാൻ. അങ്ങനെ 5 ഭാഗങ്ങളിലായിട്ട് 20 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 100 മാർക്ക് കിട്ടും. 90 അല്ലേ കട്ട് ഓഫ്. ഒരിക്കലും 90-ന് വേണ്ടി പഠിക്കരുത്. നിങ്ങൾ തൊട്ടടുത്തെത്തി ചിലപ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ 100 മാർക്ക് നേടാൻ പാകത്തിന് എല്ലാ ടോപ്പിക്കുകളെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈക്വൽ ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഇപ്പോൾ എൻവയോൺമെന്റൽ സയൻസും മാത്സ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളവിടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താലും പാസ് മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾ സൈക്കോളജി മുഴുവൻ പഠിച്ചിരുന്നു, 30 മാർക്കിൽ 25 മാർക്ക് കിട്ടി, പാസ്സാവും ഇല്ല. അപ്പോൾ എല്ലാത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 150-ൽ 100 മാർക്ക് എത്താൻ പാകത്തിന് ലക്ഷ്യം വെക്കുക. ഓവറോൾ കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എയിം ചെയ്യുക, മാർക്ക് എയിം ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ വേണം ഇതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്, പ്ലാൻ ചെയ്യാനായിട്ട്. കാറ്റഗറി 2-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗിയുടെ ഭാഗത്ത് നിന്ന് UP ലെവലിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനുള്ള സൈക്കോളജി പെഡഗോഗി 30 മാർക്ക്. B.Edഉം D.Edഉം കഴിഞ്ഞവരാണ് ഇത് എഴുതുക. കാറ്റഗറി 1 D.Ed ഉള്ളവരാണ് എഴുതുക. അപ്പോൾ B.Edഉം D.Edഉം കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചുകൊണ്ട് ഈ 30 മാർക്ക് അവിടെ ഒന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. സൈക്കോളജി മറന്നുപോയതുകൊണ്ട് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഇനി സയൻസ് ആൻഡ് മാത്സ്, അതുപോലെ എൻവയോൺമെന്റൽ സയൻസ്, അല്ലെ, സയൻസ് ആൻഡ് മാത്സ്, എൻവയോൺമെന്റ് സയൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ, അതിൽ നിന്ന് 60 മാർക്കിന്റെ ചോദ്യം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. സോഷ്യൽ സയൻസിൽ നിന്ന് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നേരത്തെയും സയൻസും മാത്സും പറഞ്ഞില്ലേ കാറ്റഗറി 1-നകത്ത്, അവിടെയും പെഡഗോഗി ചോദിക്കും കേട്ടോ. പെഡഗോഗി ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കും. ബോധനശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവിടെ വരും. അതേപോലെ ഇവിടെ സയൻസ് ആൻഡ് മാത്സ് ആണെങ്കിൽ സയൻസിൽ മാത്സിൽ നിന്ന് 40 മാർക്കും അതിന്റെ പെഡഗോജി 20 മാർക്കും ചോദിക്കും. അതേപോലെ സോഷ്യൽ സയൻസ് ആണെങ്കിൽ അതിന്റെ 40 മാർക്കും അതിന്റെ പെഡഗോജി 20 മാർക്കും, അങ്ങനെ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഇങ്ങനെ സബ്ജക്ട് സെലക്ട് ചെയ്യാനുള്ള അവസരമില്ല. പക്ഷേ OMR ഷീറ്റിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ എഴുതുമ്പോൾ കാറ്റഗറി 2-ലേക്ക് വരുമ്പോൾ സയൻസ് ആൻഡ് മാത്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ എന്ന് കൃത്യമായി കറുപ്പിക്കുന്ന സ്ഥലമുണ്ട്. അത് കറുപ്പിക്കണം. കറുപ്പിച്ചില്ലെങ്കിൽ OMR ഷീറ്റ് ഇൻവാലിഡ് ആവും. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് 2 ഉണ്ട്. സ്റ്റിൽ മലയാളവും ഇംഗ്ലീഷും, സെപ്പറേറ്റ് മലയാളവും ഇംഗ്ലീഷും എടുക്കുക. അപ്പോൾ 30-30 60 മാർക്കിൻ്റെ ക്വസ്റ്റൻ അവിടെയും ചോദിക്കും. മിനിമം 20 വെച്ച് ലാംഗ്വേജിന് ഫോക്കസ് ചെയ്യണം. മിനിമം 20 സൈക്കോളജി ഫോക്കസ് ചെയ്യണം. അപ്പോൾ 20 40 60 ആയി. പിന്നെ 60-ൽ 40 മാർക്ക് കൂടി ലക്ഷ്യം വയ്ക്കുക. 100-ലേക്ക് എത്തിക്കാനായിട്ടുള്ള പഠനം നിങ്ങൾ നടത്തുക. നിങ്ങൾ ഉറപ്പായിട്ടും ക്വാളിഫൈഡ് ആവും. ഇവിടെയും സൈക്കോളജി പെഡഗോജി ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടുന്നതായിട്ട് വരും. ഇൻ സർവീസുള്ള അധ്യാപകരായതുകൊണ്ട് തന്നെ മറന്നുപോയിട്ടുള്ളവർ അത് ഓവർകം ചെയ്യണം. വളരെ സിമ്പിളാണ്, ഇത് വലിയ സംഭവമൊന്നുമില്ല. കൃത്യമായിട്ട് എവിടുന്ന ക്വസ്റ്റ്യൻ വരുന്നത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളി ക്ലാസ് സൈക്കോളജിയിൽ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ലാംഗ്വേജിന്റെ ഭാഗത്തുനിന്നും പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതേപോലെ കാറ്റഗറി 3-ലേക്ക് വന്നു കഴിഞ്ഞാൽ 40 മാർക്ക് അഡോളസൻ സൈക്കോളജിയാണ്, കൗമാര മനഃശാസ്ത്രമാണ്. ഹൈസ്കൂളിലെ കുട്ടികളാണല്ലോ, അതുകൊണ്ട് കൗമാര മനഃശാസ്ത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട പഠന സിദ്ധാന്തങ്ങളും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ 40 മാർക്കിൽ മിനിമം 30 മാർക്കിന് ലക്ഷ്യം വെച്ച് വേണം പഠിക്കാൻ. ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ കാറ്റഗറി 3-ക്ക്. 1-നും 2-നും മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. കാറ്റഗറി 3-ക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഒരു ലാംഗ്വേജ് മതി, മലയാളം ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അതിൽ 30-ൽ 20 മാർക്ക് മിനിമം സ്കോർ ചെയ്യാനായിട്ട് ലക്ഷ്യം വെക്കുക. പിന്നെ ഒരു 80 മാർക്ക് അത് നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ മാത്സ് ആണ്, മാത്സിന്റെ സബ്ജക്റ്റ് 50 മാർക്കും പ്ലസ് അതിന്റെ പെഡഗോജി 30 മാർക്കും. അതുപോലെ സോഷ്യൽ സയൻസ് ആണ്, സോഷ്യൽ സയൻസ് 50, പെഡഗോജി 30. ഫിസിക്കൽ സയൻസ് ആണ്, ഫിസിക്സ് 25, കെമിസ്ട്രി 25, 30 മാർക്ക് ഫിസിക്കൽ സയൻസിന്റെ പെഡഗോജി. നാച്ചുറൽ സയൻസ് ആണ്, സുവോളജിയും ബോട്ടണിയും കൂടി ചേർത്തിട്ട് 50 മാർക്ക് 30 മാർക്ക് അതിന്റെ പെഡഗോജി. അപ്പോൾ ഈ രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. 150 മാർക്കിലാണ് ആകെ ക്വസ്റ്റ്യൻ ഉള്ളത്. നിങ്ങൾക്ക് 100 ലക്ഷ്യം വെക്കണമെങ്കിൽ 80-ൽ എത്രയും കൂടി വേണം? 50 കൂടി ലക്ഷ്യം വെക്കുക. അങ്ങനെ എയിം ചെയ്ത് പഠിക്കണം. ഇതാണ് കാറ്റഗറി 3-യുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്. കാറ്റഗറി 4-ലേക്ക് വന്നാൽ അവിടെയും ശിശുവികാസനം, ബോധനശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 30 മാർക്ക് സൈക്കോളജി ഭാഗത്തുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ലാംഗ്വേജ് 40 മാർക്കാണ്. വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ 80 എണ്ണം ഉണ്ട്. അതിൽ 50 എണ്ണം സബ്ജക്റ്റും 30 എണ്ണം പെഡഗോഗി എന്നുള്ള രീതിയിലാണ് വരിക. അവിടെയും നിങ്ങൾ 100 മാർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം കാറ്റഗറി 4 എഴുതുന്നവരും പഠിച്ച് കയറാനായിട്ട്. ഇങ്ങനെയാണ് ഈ കേറ്ററിന്റെ വിവിധ കാറ്റഗറികൾ നടക്കുക. അതിൽ 1-ഉം 2-ഉം 4 ഒഴികെയുള്ള ചോദ്യപേപ്പറുകളിൽ, ഭാഷ ഒഴികെയുള്ള ചോദ്യപേപ്പറുകളിൽ
1നും 2നും 4നും മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. കാറ്റഗറി 3 പക്ഷേ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വേണ്ടത് OMR ഷീറ്റ് കറുപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഉറപ്പായിട്ട് ഞാനിതിനു മുമ്പ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കണം, അത് കേട്ടിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ പോകാൻ. ഇല്ല എങ്കിൽ നിങ്ങൾ എന്തോരം പഠിച്ച് 100 മാർക്കിന് മുകളിൽ കിട്ടിയെന്ന് പറഞ്ഞാലും OMR ഷീറ്റ് ഇൻവാലിഡ് ആയി പോയാൽ നിങ്ങളുടെ റിസൾട്ട് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തെറ്റിക്കരുത്. നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് പഠിക്കുക. എൻട്രി നിങ്ങൾക്കൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.